ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ പച്ചരി വെച്ചിട്ട് ഒരു ബിരിയാണിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. വെജിറ്റബിൾ ബിരിയാണി. അതിന് വേണ്ടി സവോള, തക്കാളി, ക്യാരറ്റ്, ബീൻസ്, പിന്നെ 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ നമ്മൾ സവോള അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. സവോള ഒന്ന് ചെറുതായി ഒന്ന് വാടി വന്നതിന് ശേഷം തന്നെ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ പച്ചരി എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഇതിൻ്റെ വാസന കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതൊന്ന് പച്ചവാസനയൊക്കെ പോയി വന്ന ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വാടി വന്ന ശേഷം സോയാബീനും കൂടെ ഇട്ടിട്ടുണ്ട് ഞാനിതിലേക്ക്. പിന്നെ അതെല്ലാം ഒന്ന് നേരത്തെ ഒന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരിയുടെ റെഡ് ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പച്ചവാസന പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ പച്ചരി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി നന്നായി റോസ്റ്റ് ആവട്ടെ. പച്ചരിക്ക് വെള്ളം എടുക്കുന്ന സമയത്ത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമല്ല എടുക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പുളിപ്പിന് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ കാണിച്ചിട്ട് വിട്ടുപോയതാണ് കേട്ടോ, ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിലടിച്ചാൽ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയായി. ഒരിക്കലും ഇതാരും പറയില്ല നമ്മൾ പച്ചരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണെന്ന് ഒരിക്കലും പറയില്ല ഗൈസ്. അടിപൊളിയാണ് കേട്ടോ. ഞാൻ പുതിനേൻ്റെ അല്ല ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്, അതെനിക്ക് വിട്ടുപോയതാണ്. കിട്ടുമായിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ, കിടുവാണ് നമ്മുടെ ബിരിയാണി. അപ്പോൾ ഒരു ദിവസം ബിരിയാണിയൊക്കെ കഴിക്കണം എന്നിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചരി മാത്രമാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം. ഇതുപോലെ ചിക്കൻ വെച്ചിട്ടും നിങ്ങൾക്ക് ട്രൈ ആക്കി നോക്കാവുന്നതാണ്. അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഗൈസ്, ബൈ.